അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് മോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവാണേ. അപ്പോൾ ഓൾറെഡി ഞാനിന്ന് ലേറ്റ് ആയിട്ടുണ്ട്. 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 5:30 പിന്നെ കുറേ കാലത്തിന് ശേഷം വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ടച്ച് എൻ്റെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ബെറ്ററായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കാരണം കുറച്ച് ദൂരമുണ്ട് കോളേജ്. നമുക്ക് ഇവിടുന്ന് അടിവാരം എന്ന് പറഞ്ഞാൽ 2.5-3 മണിക്കൂർ എന്തായാലും ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. മോൾക്ക് 8:30 ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. മോൾ എന്നെ ചായ ഉണ്ടാക്കാൻ പോലും കിച്ചണിൽ വിട്ടിട്ടില്ല. ഓൾ പറഞ്ഞ് പോകുന്ന വഴിക്കിൽ എവിടെന്നെങ്കിലും നമുക്ക് കുടിക്കാം ഉമ്മ ചായ ഉണ്ടാക്കിയിട്ട് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതാണെങ്കിൽ എന്തായാലും ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ ഇറങ്ങാൻ ലേറ്റായി. എല്ലാവർക്കും അറിയാലോ രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴൊരു ബുദ്ധിമുട്ട്. രാവിലെ എല്ലാം ഒന്ന് ഒതുക്കി പിടിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പം നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ചായക്കട കണ്ട് അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബൈപ്പാസ് കയറിയാൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണം അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചായക്കടകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ സ്റ്റോപ്പാക്കി ചായ കുടിക്കാൻ നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും ചായ ഓർഡർ ചെയ്യുമ്പോൾ വിത്തൗട്ടാണ് ഓർഡർ ചെയ്യുക. വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിനോടൊപ്പം ഞാൻ നല്ല മധുരമുള്ള എന്തെങ്കിലും സ്നാക്സാണ് കൂടെ കഴിക്കുന്നത്. അത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. മധുരമായിട്ട് ചായ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അത് കുടിക്കാൻ കഴിയില്ല. പക്ഷേ മധുരമില്ലാത്ത ചായയും അതിനോടൊപ്പം നല്ല ലഡുവോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മധുരമുള്ളൊരു സംഭവം അതിൻ്റെ കൂടെ കൂടി കഴിക്കാൻ. ഈ പ്രാവശ്യം ഞാൻ പൊരിച്ച പത്തിരിയാണ് പറഞ്ഞത്. പൊരിച്ച പത്തിരീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനാവും, അയ്യോ വേണ്ടായിരുന്നു. പിന്നെ ഭയങ്കര എണ്ണ കുടിക്കുന്നൊരു സംഭവമാണ് ഈ ഒരു പൊരിച്ച പത്തിരി. ചില സ്ഥലങ്ങളിൽ നല്ല ഡ്രൈ ആയിട്ടെല്ലാം കിട്ടും. ഇത് ഇത്തിരി എണ്ണ കുടിച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ആ ഒരു പൊരിച്ച പത്തിരി ഫ്ലേവർ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉണ്ടാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും എനിക്ക് അത്ര പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നോക്കണം, ഒന്നും കൂടി എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇപ്പം നമുക്ക് കോഴിക്കോട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബൈപ്പാസ് പണി നടക്കുന്ന കാരണം ഫുള്ളി ബ്ലോക്കാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മൾ വല്ലപ്പോഴേ പോകുന്നുള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഡെയിലി ഇതുവഴി യാത്ര ചെയ്യേണ്ട ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട്. മഴയാണെങ്കിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്കാവും. അങ്ങനെ നമുക്ക് പോകുന്ന സമയത്ത് അത്ര വലിയ മഴയൊന്നുമില്ല. എന്നിട്ട് പോലും കുറച്ച് ബ്ലോക്കിൽ നമ്മൾ പയ്യോളി ആ ഒരു സ്ഥലത്ത് പെട്ടിട്ടുണ്ട്. കോഴിക്കോട് പോകുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. മോളൊക്കെ വിചാരിക്കുമ്പോൾ സങ്കടമാവും. കാരണം ഹോസ്റ്റലിൽ നിന്ന് വരിക പോവാന്നുള്ളത് ഈ മഴ സമയത്ത് കഴിഞ്ഞ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കൊയിലാണ്ടി വരെ പോയിട്ട് പിന്നെ അങ്ങ് ബാലുശ്ശേരി റോഡ് വഴി നമുക്ക് ഈ അടിവാരത്തേക്ക് എത്താം. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പക്ഷേ കൊയിലാണ്ടി വരെയാണ് ഏറ്റവും മെയിനായിട്ട് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ, ദയനീയ അവസ്ഥ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാലുശ്ശേരി വഴി അങ്ങ് പോവാണ്. അപ്പോൾ ഇനി നല്ല സുഖകരമായ യാത്രയാണ്, യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ റോഡെല്ലാം നല്ല ക്ലിയർ റോഡാണ്. നമുക്ക് യാത്ര ആസ്വദിച്ചുകൊണ്ട് പോവാം, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ. നല്ല ഇങ്ങനത്തെ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ നമുക്ക് നല്ലൊരു ഫീലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം ബ്ലോക്കും ഒന്നും ഇല്ലാത്ത നല്ല ഒരു പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ഒരു വീട് പണിയുന്നതാണെങ്കിലും റോഡ് പണിയുന്നതാണെങ്കിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റാണ്. 6 മാസം മഴ, 6 മാസം വെയിൽ. ആ ഒരു ക്ലൈമറ്റിനനുസരിച്ചുള്ള പണികളായിരിക്കണം നമ്മൾ നടത്തുന്നത്. ഈ റോഡ് പണിയുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ മഴ വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതിനുള്ള സജ്ജീകരണങ്ങൾ തൊട്ട് മുമ്പെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ നല്ലതേനൊന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മോളുടെ കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ഇത് ഉള്ളതെന്ന് വെച്ചാൽ മർക്കസ് നോളജ് സിറ്റിയിലാണ് കേട്ടോ മോൾ പഠിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ കോളേജിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല മഴക്കാറുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇതാട്ടോ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് മോളുടെ കോളേജിൻ്റെ ബിൽഡിങ് വരുന്നത്. അപ്പോൾ പള്ളി ഉള്ളത് കൊണ്ട് തന്നെ ശാന്തമായൊരു അന്തരീക്ഷമായിരിക്കും. സാധാരണ ക്യാമ്പസ് പോലെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീലാണ് ഇവിടെ വരുമ്പോൾ. അങ്ങനെ മോള് ഇവിടെ ഞാൻ നിർത്തിപ്പോകുന്നില്ലേ, അതിൻ്റെ ഒരു ടെൻഷനും ആവലാതിയും വിറയലെല്ലാം എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കോളേജിലേക്ക് കയറുമ്പം തന്നെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ കൂടും. അത് അനുഭവിച്ചവർക്ക് ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. മക്കളെ നമ്മൾ ഹോസ്റ്റലിൽ വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഉള്ളൊരവസ്ഥ. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടോ. മോൾ ടെൻഷൻ അടിച്ച പോലെ ക്ലാസ്സൊന്നും തുടങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇവിടെ ആരും എത്തിയിട്ടുമില്ല. അപ്പോൾ ഞാൻ അഡ്മിഷൻ വന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് റൂമൊന്നും കാണാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, നമ്മൾ മക്കൾ പഠിക്കുന്ന സ്ഥലമല്ലേ, അപ്പം നമ്മൾ അതിനെപ്പറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ കോമ്പൗണ്ടും കാര്യങ്ങളിലൊന്ന് കറങ്ങി കണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു സ്റ്റാഫ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരോടൊപ്പം കുറച്ച് സമയം സംസാരിച്ച്. പിന്നെ നമ്മൾ കുട്ടികൾ വളരുന്നൊരു സ്ഥലം, നമ്മൾ ഏത് തന്നെ ആയാലും അവർ പഠിക്കുന്നൊരു സ്ഥലം നന്നായെങ്കിൽ മാത്രമേ സാഹചര്യങ്ങളും നന്നാവണമല്ലോ. എത്ര നല്ല ആൾക്കാർ നമ്മൾ ഏത് ഒരു സ്ഥലത്ത് കൊണ്ടുവിടുന്നു അതിനനുസരിച്ചായിരിക്കും
കൂടുതൽ. ഇനിയിപ്പോൾ എവിടെ ചെന്നാലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കും, പഠിക്കാത്ത കുട്ടികൾ പഠിക്കൂല, അത് വേറൊരു സംഭവം. എന്നാൽ പോലും നമ്മൾക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി നല്ല കോളേജ്, നല്ല കോഴ്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നല്ല കോഴ്സായിരിക്കണം, നല്ല കോളേജായിരിക്കണം, പിന്നെ പോയി വരാനുള്ള പിന്നെ നോക്കണം. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മളൊരു കുട്ടീനെ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. പിന്നെ എല്ലാം നമുക്ക് ഫസ്റ്റ് ടൈം ചില ആൾക്കാർക്കൊക്കെ മക്കൾ അങ്ങനെ വിട്ടിക്കാനൊന്നും ഉണ്ടാവുമോ അറിയില്ല, ഉണ്ടാവാം. ചില ആൾക്കാർക്ക് നല്ല ധൈര്യം ഉണ്ടാവാം, ചില ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് ഈ ഒരു കാര്യത്തിൽ. മക്കളെ വിട്ടിക്കുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മോളുടെ മാമിനെ കണ്ട്. നമ്മളെല്ലാം പഠിച്ചത് ഗവൺമെൻറ് കോളേജിലാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ടീച്ചേഴ്സായിട്ടൊന്നും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സ് ഇങ്ങനെ സ്വന്തം മക്കളെ പോലെ ഇങ്ങനെ കെയർ ചെയ്യുന്നതും എല്ലാം ഉണ്ടാവുമെന്നുള്ള. ടീച്ചറാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്ന്, ഭയങ്കര ഒരു കോൺഫിഡൻ്റ് തന്നു. ഒന്നും പേടിക്കേണ്ട, എനി ടൈം നമ്മളിവിടെ ഉണ്ടാവും, ടെൻഷനൊന്നും അടിക്കാണ്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ മോളെ ബിൽഡിംഗ് ആണത്, കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് പള്ളിയുടെ കാർ പാർക്കിംഗ് ഏരിയയാണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ സമയം കിട്ടുമ്പോൾ വന്നാൽ നമുക്ക് കാണാൻ മാത്രമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി ഇതുവരെ കയറി കണ്ടിട്ടൊന്നുമില്ല. ഒരുപാട് പ്രാവശ്യം മോളൊപ്പം വന്നിട്ടുണ്ടെങ്കിലും ഹോസ്റ്റലിലാണ് കൂടുതൽ സമയത്തും വരാറ്. ഇങ്ങനെ കോളേജിലേക്ക് വരാൻ ചിലപ്പോൾ സമയം കിട്ടലില്ല. ഈ പള്ളി കാണണമെങ്കിൽ നമുക്കൊരു ടൈമിംഗ് ഉണ്ട്, രാവിലെയും വൈകുന്നേരം. ആ ഒരു ടൈമിങ്ങിന് നമുക്ക് സ്ത്രീകൾക്ക് കയറി കാണാനുള്ള ഓപ്ഷനുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ കാണാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം വരണം. പിന്നെ ഇവിടെ ലോ കോളേജും പിന്നെ യുനാനി ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കാം. പിന്നെ എന്താണ്, ഒരു പള്ളിയുടെ ഇതുള്ളതുകൊണ്ട് ആ ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഓവറായിട്ടുള്ള ഫ്രീഡം ഉണ്ടാവില്ല, അതാണ് മെയിനായിട്ട്. ഓവർ ഫ്രീഡം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല. ഇതിൻ്റെതായ കുറച്ച് പിന്നെ അച്ചടക്ക ലംഘനങ്ങൾ ഇവരത് ഉണ്ട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതനുസരിച്ചിട്ടേ ഇവർക്ക് കുട്ടികൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് എല്ലാ ക്യാമ്പസും പോലെ അടിച്ച് പൊളിച്ച് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം കുറച്ച് ചിട്ടവട്ടങ്ങളോട് കൂടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ട് തന്നെയാണ് ഞാനും. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് ഇവിടെ കിട്ടിയതുകൊണ്ട് എയ്മറിൽ അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് മോളെന്നെ സെലക്ട് ചെയ്തതാണ്. ഞാൻ നിർബന്ധിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി വിട്ടതോ അങ്ങനെയൊന്നുമില്ല. അവരെ ഇഷ്ടം, അവർ ചൂസ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, അതാണെങ്കിൽ അത്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ വിട്ടുന്നത് പഠിപ്പിക്കാനല്ലോ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ഹോസ്റ്റൽ ലൈഫാണ് കുറച്ച് തീരെ ഒരു പിന്നെ എന്താ പറയുക, സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാത്തടത്ത് കൊണ്ടുവിടാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടിയല്ല ഹോസ്റ്റൽ ലൈഫിലേക്ക് കുട്ടികളെ വിടുമ്പോൾ. ഒന്നാമത് മയക്കുമരുന്ന് അങ്ങനത്തെ എല്ലാം നമ്മൾ കുറേ കേസ് കെട്ടുകളിങ്ങനെ ഡെയിലി പിന്നെ പത്രത്തിലെ ന്യൂസിലെല്ലാം കേൾക്കുന്നുണ്ട് തന്നെ. നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക്, ഞാനൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല മോളെ ഹോസ്റ്റലിൽ വരുമ്പോൾ ഉള്ള ആ ഒരു, ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുൻകൂടി നമ്മൾ തയ്യാറെടുക്കണം. എന്നാൽ അതിനെപ്പറ്റി നമ്മൾ കുറച്ച് മക്കൾ ഒരു 10th എത്തുന്നതിന് മുന്നേ നമുക്കൊരു കാൽക്കുലേഷൻ വേണം, എവിടെ പഠിക്കണം എങ്ങനെയാണെന്നല്ല അതിനെപ്പറ്റി നമ്മളൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പുറപ്പെടുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഉഷാർ ഇങ്ങോട്ട് ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ നിറയെ വർത്താനവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. നമ്മൾ ആ ഒരു സമയം പോയതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും സൈഡായി. കാരണം ഓളവിടെ വിട്ടിട്ട് വരുന്ന ടെൻഷൻ നോർമൽ എനിക്ക് എപ്പോഴും ഇത് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കൂ പറയുന്നത് കേൾക്കുമ്പോൾ ഇതെന്നാ വലിയ ആനക്കാര്യമാണോ എന്നുള്ളത്. ചില ആൾക്കാർക്ക് പ്രശ്നമില്ല. വിദേശത്തൊക്കെ മക്കൾ പോയിട്ട് പഠിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അത് അവർക്കും ഉണ്ടാവും, ഫീലിങ്സൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എല്ലാവരും നമ്മൾ മക്കളെ ഭാവിക്ക് വേണ്ടിയിട്ട് അത് പിന്നെ അനുഭവിച്ച് അങ്ങനെ പോകുന്നതാണ്. പിന്നെ അവരെ നമ്മളെ കൈക്കുള്ളിൽ എപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലല്ലോ. അവർക്ക് അവരുടേതായ ലൈഫ് കണ്ടെത്തണ്ടേ. നമുക്ക് എപ്പോഴും ഇപ്പോൾ അവരുടെ കൂടെ നടക്കാനോ അവർക്ക് നമ്മളെ കൂടെ നടക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല. ഞാനീ പറഞ്ഞ പോലെ ഈ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ കണ്ടു പോകാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മഴ പെയ്ത് ചോർന്ന ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരും കേട്ടോ, കോളേജ് കാണാനും പള്ളി കാണാനും ഒക്കെ ആയിട്ട്. ഡെയിലി മോളെപ്പോഴും വിളിച്ചാൽ പറയും ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് ഉമ്മ, ബസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഡെയിലി വന്നിട്ട് പോവും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു പ്ലേസ് കണ്ടില്ലേ, ഇതാ ഒരു ബസ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ്, നമ്മൾ രാവിലെ എത്തിയതല്ലേ, ശരിക്കൊരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മോളൊക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് പിന്നെ ടൈം ക്ലാസ് തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾ നമ്മളോട് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി 1 മണിക്കൂർ, എങ്ങനെയാലും ഒരു റെസ്റ്റോറൻറ്റ് കയറിയാൽ നമുക്ക് 1 മണിക്കൂർ പോകും. അതുകൊണ്ട് ഉമ്മ എൻ്റെ ഫുഡ് അവിടെ കോളേജിലെത്തും, ഉമ്മ പോയിക്കോ. അപ്പോൾ കോളേജ് കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കയറി നമ്മൾ. കാരണം ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല റേറ്റ് ഉണ്ട്, എന്നാലും നല്ല ഫുഡാണ്. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ
നല്ല റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, കുറച്ച് ദൂരത്ത് പോയാലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ കോളേജിൽ മോളെ കൊണ്ടുവിടാൻ വന്നിട്ടുള്ള ഒരു പരിചയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ അവിടുത്തെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ റെസ്റ്റോറൻ്റാണ്. പിന്നെ മോൾക്ക് അങ്ങനെ പുറത്ത് പോകാനുള്ള ഓപ്ഷൻസ് കുറവായതുകൊണ്ട് അവൾക്കും അങ്ങനെ പരിചയമായിട്ടില്ല ഈ സ്ഥലങ്ങളൊന്നും. പിന്നെ മന്തിയുടെ ഒക്കെ കുറേ ഷോപ്പുണ്ട് കുറച്ചങ്ങോട്ട്, അതൊന്നും ഏർലി മോർണിംഗിൽ വർക്കല്ല. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ കയറി ഫുഡ് അപാര ടേസ്റ്റാണ് കേട്ടോ. കറികളൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ. പിന്നെ കറികൾക്കൊന്നും പ്രശ്നം, ഇവിടുത്തെ മന്തി അല്ല ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് കോഴിക്കോട് വഴിയാട്ടോ പോകുന്നത്. കോഴിക്കോട് വഴി പോകുന്നത് നമുക്കൊരു ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. കോഴിക്കോട് വഴി പോകുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ്. കൊയിലാണ്ടി ബാലുശ്ശേരി വഴി പോകുമ്പോൾ നമുക്ക് മോളെ കോളേജിൽ അടുത്ത റൂട്ട് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ദിവസത്തെ നമ്മളെ മെനക്കേടാണ്, ഒരു ദിവസത്തെ മെനക്കേട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം അവിടെ പോയി കിട്ടും. ചില സമയത്ത് ചില ഡോക്ടേഴ്സിനെ നമുക്ക് കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ടൈമിന് കാണാൻ പറ്റും, ചില ആൾക്കാരെ കാണാൻ കഴിയില്ല. അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സർജറി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ കയറുമ്പോഴുള്ള എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഒഴിവായി കിട്ടണേ എന്നുള്ളതാണ്. നമുക്ക് പൾമോണജി ഡിപ്പാർട്ട്മെൻറ്റാണ്, പിന്നെ ഗ്യാസ്ട്രോ. അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈകാം, ചിലപ്പം അറിയില്ല. എന്തായാലും ഇവിടെ ചെന്ന് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒഴിവായി കിട്ടട്ടെ. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, മോളെ അവിടെ ആക്കി വന്ന ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് കുറേ സമയം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടൊന്നുമില്ല നമ്മളെ കാര്യങ്ങളൊക്കെ. പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിലെ സാധാ മീൽസൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത്രയേ ആയിട്ടുള്ളൂ, നമുക്ക് വിശന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോണറ്റും കേക്കും മുസംബി ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ഇത് കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പിന്നെ വേറൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ചോറെല്ലാം കഴിക്കണമെങ്കിൽ നമുക്ക് നല്ലോണം വിശക്കാണ്ട് ചോറൊന്നും കഴിച്ചാൽ അതിനൊരു ടേസ്റ്റും കിട്ടില്ല. അങ്ങനെ വിശക്കാതെ നമ്മൾ ഫുഡ് കഴിക്കുകയും ചെയ്യും. എൻ്റെ ഒരു ഹാബിറ്റ് അതാണ്, എനിക്ക് നല്ലോണം വിശന്നാൽ നല്ലോണം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്നുള്ളത്. പ്രത്യേകിച്ച് സാദാ ചോറിൽ കഴിക്കണമെങ്കിൽ നല്ലോണം വിശപ്പ് വേണം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അവസ്ഥ ദയനീയമാണ്. മോളില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് കയറാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒച്ചപ്പാടും ബഹളവും, അതെടുക്കുക ഇതെടുക്കുക, അതവിടെ വെക്കല്ല ഇതവിടെ വെക്കല്ല, അങ്ങനെ നമ്മൾ കുട്ടികൾ പിന്നാലെ ഓടി നടക്കുന്നല്ലേ. അവർ വാരി വലിച്ചിട്ടാൽ കംപ്ലൈൻ്റ് ആയിരിക്കും, അതെടുത്താൽ കംപ്ലൈൻ്റ് ആയിരിക്കും, ഇതെടുത്താൽ കംപ്ലൈൻറ്റ്, അതൊക്കെ നമുക്ക് അവർ പോയാലാണ് ഫീൽ ചെയ്യുക. അങ്ങനെ പറയണ്ടായിരുന്നത്. പക്ഷേ അവർ എല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഒച്ച എടുത്ത് നിൽക്കുന്നത്. അല്ലാണ്ട് അവരോട് ഇഷ്ടക്കുറവുണ്ടായിട്ടോ ഒന്നുമല്ലല്ലോ, നമ്മളെ മക്കളല്ലേ, അവർ നന്നായി വരണ്ടേ. അതിനുവേണ്ടി നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് പിന്നാലെ സംസാരിച്ച് പിന്നാലെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. 10 കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവരതിന് 2 എണ്ണമായിരിക്കും അവർ സ്വീകരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കിച്ചൺ കണ്ടില്ല, തലേ ദിവസം രാവിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ചായ പോലും ഉണ്ടാക്കാതെയാണ് ഞാൻ പോയതെന്നുള്ള. അപ്പോൾ ഇതിന് രണ്ടാമത് വാരി വലിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. ഒന്നാമത് ട്രാവൽ ചെയ്തിട്ട് നല്ല ടയർഡായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് കിടക്കാമെന്നുള്ളത്. അപ്പോൾ കിച്ചണെല്ലാം ക്ലീൻ ചെയ്താൽ പിന്നെ വലിച്ച് വാരിയിടാൻ മടിയുള്ള ആൾക്കാരില്ലേ. നമ്മൾ കുറേ ആൾക്കാരുണ്ട്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ കഴിച്ച് അങ്ങ് പോകും. പിന്നെ കഴിക്കാനും വിളമ്പാനും എല്ലാം നമുക്ക് ആൾക്കാരുണ്ടാകും. ഉണ്ടാക്കാനും ഇഷ്ടമായിരിക്കും, കൊടുക്കാനും ഇഷ്ടമായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മളെല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങ് പോകും. ഞാൻ തറവാട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് പോയി ചോറെല്ലാം കഴിച്ചിട്ട് ചില സമയത്ത് അങ്ങനെയാണ്, ചോറെല്ലാം കഴിക്കാൻ ആഗ്രഹം ഉമ്മാൻ്റെ പോയിട്ട് ഉമ്മാൻ്റെ ചോറും കറിയും കഴിക്കണം. അത് നമ്മൾ കുക്ക് ചെയ്യാണ്ട് വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയില്ല എൻ്റെ ഫുഡിനെക്കാട്ടും എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്നത്, അനിയത്തി ഉണ്ടാക്കുന്നതും എൻ്റെ അമ്മായിമാരുണ്ടാക്കുന്നതും ഒക്കെ ഭയങ്കര ടേസ്റ്റായിട്ട്. ശരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി അമ്മായിൻ്റെ കറികളും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര, ഈ അടുത്തിപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഞാൻ ഇവർക്ക് എന്തൊരു ടേസ്റ്റാണ്. ഞാൻ അതേ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും, എന്നാലും ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ പപ്പായ ജ്യൂസും മാംഗോ ജ്യൂസും പപ്പായൊക്കെ കഴിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കിടന്നപാട് എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. ആ ഒരു സമയത്താണ് പിന്നെ പണി കിട്ടും. കാരണം പിന്നെ എഴുന്നേറ്റ് വന്ന് കിച്ചണിൽ വന്ന് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതിനൊരു അവസരം ഉണ്ടാക്കണ്ട, കഴിച്ചിട്ട് തന്നെ അങ്ങ് കിടക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പപ്പായ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുന്ന കൊണ്ട് തന്നെ എനിക്ക് കുറേ മിസ്റ്റേക്കെല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ അറിയാം. കാരണം എന്നോട് എഡിറ്റിങ് കാര്യങ്ങൾ, വീഡിയോ എടുക്കുന്ന രീതികളെല്ലാം കുറേ അങ്ങിങ്ങായിട്ട് ഫ്ലോപ്പായി പോകുന്നുണ്ട്. എനിക്കറിയാം. ഞാൻ ഒന്നും കൂടി ലെവലായി വരട്ടെ. കാരണം ഒരു വർഷം നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ മാങ്ങയിലേക്ക് കുറച്ച് പാലും ഐസ് ക്യൂബ്സും മാത്രം ഇട്ട്, നല്ല മധുരമുള്ള മാങ്ങ, അതുകൊണ്ട് പിന്നെ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാണ്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് അടിപൊളിയാക്കിയാൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ശക്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ദിവസങ്ങളായിരിക്കട്ടെ എല്ലാവരുടെ ലൈഫിലും. നഷ്ടങ്ങളും സങ്കടങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ, എല്ലാവർക്കും നല്ലത് മാത്രം
ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്ക് ആരും എന്താ പറയുക സങ്കടപ്പെട്ടിട്ട് കാണണ്ട, അവരെ വിഷമങ്ങൾ നമുക്ക് കാണണ്ടല്ലോ, നമ്മളത് അവർക്കും കാണണ്ടല്ലോ ഇൻഷാ അല്ലാ.